ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റേസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. മക്കളെ, നമ്മൾ ഒരു പുതിയൊരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമേ മാറി, പക്ഷെ എന്താണ് ചോദ്യ പേപ്പർ നിങ്ങൾക്ക് മാറിയിട്ടില്ല. എന്നാൽ ഈ ഒരു വർഷം മുതൽ എന്താണ് നമ്മുടെ ചോദ്യ പേപ്പറും അടിമുടി അങ്ങ് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ എന്താണ് ആ പാറ്റേൺ ഫോളോ ചെയ്യാന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഫുൾ മാർക്കും കിട്ടില്ല, അവർ തോറ്റുപോകും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതിരിക്കുക. ഇനി എന്താണ് നമ്മുടെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ള മാറ്റം? ഫസ്റ്റ് മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് എന്താണ് 1 മാർക്കിൻ്റെയിലാണെങ്കിലും 2 മാർക്കിൻ്റെയിലാണെങ്കിലും 4 മാർക്കിൻ്റെതാണെങ്കിലും 6 മാർക്കിൻ്റെയിലാണെങ്കിലും ഒക്കെ എന്താ നമുക്ക് ഒന്ന് ഒഴിച്ചു വിടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാത്തതാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങ് ഒഴിച്ചു വിട്ടിട്ട് ബാക്കി 4 എണ്ണം, 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിച്ചു വിട്ടിട്ട് ബാക്കി 4 എണ്ണം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ നമുക്ക് ആ ഒരു പഴുതെന്താണ് അടച്ചിരിക്കുകയാണ്. എത്ര ചോദ്യം തന്നിട്ടുണ്ടോ ആ ചോദ്യങ്ങൾക്ക് മൊത്തവും എന്താണ് നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. രണ്ടാമത്തത് നമ്മുടെ മാർക്ക് സിസ്റ്റം മൊത്തത്തിൽ മാറി. അതായത് ചോദ്യത്തിന് ഓരോ മാർക്കും കഴിഞ്ഞ തവണ എന്താണ് 1 മാർക്കിന്റെ എത്ര എഴുതണം 4 മാർക്ക്, അത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പക്ഷെ 2 മാർക്കിന്റെ ചോദ്യം ഇപ്രാവശ്യമില്ല, പകരം 3 മാർക്കാണ്. 4 മാർക്കിന്റെ ചോദ്യം ഇപ്രാവശ്യമില്ല, പകരം 5 മാർക്കാണ്. 6 മാർക്കിന്റെ ചോദ്യം ഇപ്രാവശ്യമില്ല, പകരം 7 മാർക്കാണ്. വൻ മാറ്റം തന്നെയാണ് നമുക്ക് എന്താണ് ഈ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. എന്നാൽ മാർക്കിനോ സമയത്തിനോ യാതൊരു വ്യത്യാസവുമില്ല. 1.5 മണിക്കൂർ തന്നെയാണ്, 40 മാർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് വന്നിട്ടുള്ള പുതിയൊരു മാറ്റത്തിലുള്ളതാണ് പ്രസ്താവന. ഏതെങ്കിലും ഒരു പ്രസ്താവന തന്നിട്ട് ഇത് ശരി അല്ലെങ്കിൽ ഒന്നാമത്തേത് ശരി രണ്ടാമത്തേത് തെറ്റ്, രണ്ടും ശരി രണ്ടും തെറ്റ്, ഇങ്ങനെ PSCയിലൊക്കെ നമുക്ക് കാണുന്ന ചോദ്യങ്ങളില്ലേ, ആ രീതിക്കുള്ള ചോദ്യം നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. കൂടാതെ പാരഗ്രാഫ് തന്നിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്ന് ഉത്തരം എഴുതാനും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രാവശ്യം വരും. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ മാറ്റങ്ങൾ എന്താണ് ഈ ഒരു വർഷം ഈ ഒരു ഓണപരീക്ഷ ഓഗസ്റ്റ് 20 നിങ്ങൾക്ക് എന്താണ് കാണാൻ പോകും. അപ്പൊ അതിൽ 4 മാർക്കിന്റെ ചോദ്യം എന്താണ് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. കൂടാതെ നമുക്ക് എന്താണ് ഇതേപോലെ പ്രസ്താവനയും എന്താണ് നമുക്ക് കാണാം. നിങ്ങൾക്ക് മാത്രമല്ല 8, 9, 10 കുട്ടികൾക്ക് എന്താണ് ഈ രീതിക്ക് മലയാളത്തിൽ പ്രസ്താവനകൾ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു കാര്യം തന്നിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞതായിരിക്കാം, 2 പേര് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയായിരിക്കാം. എന്താണ് ഇപ്പോൾ ചൂട് കൂടാൻ കാരണം എന്താണ്, അന്തരീക്ഷത്തിൽ ചൂട് കൂടാൻ കാരണം അല്ലെങ്കിൽ എന്താ പറയുക ഓസോൺ പാളിക്ക് വിള്ളൽ വരാൻ കാരണം അന്തരീക്ഷത്തിലെ ചൂടാണ് അല്ലെങ്കിൽ ജലത്തിൻ്റെ മലിനീകരണമാണ്. ഇങ്ങനെ 2 പ്രസ്താവന തന്നിട്ട് 1 ശരി 2 തെറ്റ്, അങ്ങനെ രീതിക്ക് എന്താണ് നമുക്ക് പ്രസ്താവന തന്നിട്ട് ഉത്തരം എഴുതാൻ ഈ ഒരു പ്രാവശ്യം മുതൽ എന്താണ് നമുക്ക് ചോദ്യത്തിൽ കാണും. രണ്ടാമത്തേത് നമുക്ക് എന്താണ് 2 മാർക്കിന്റെ ചോദ്യമല്ല, നമുക്ക് എന്താണ് 1 മാർക്ക് കഴിഞ്ഞിട്ട് 3 മാർക്കിന്റെ ചോദ്യമാണ് കാണുക. 5 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിർദ്ദേശം മിസ് വായിച്ചില്ല അല്ലെ, നോക്കിയേ, ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും നോട്ട് ദ പോയിന്റ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഒരു ചോദ്യം പോലും ഒഴിച്ചു വിട്ടാൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മിസ്സാവും. അതുകൊണ്ട് നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, നന്നായിട്ട് ബാക്കിയുള്ള പേപ്പറോ പുസ്തകമോ ഒക്കെ വായിച്ചൊന്ന് പഠിക്കുക. എന്നാലേ നമുക്ക് എക്സ്ട്രാ ഒരു പാരഗ്രാഫ് തന്നത് സ്പീഡിൽ വായിക്കാൻ പറ്റും. പിന്നെ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യമാണ്. അതിൽ നിങ്ങൾക്ക് എന്താ അറിയോ ഓപ്ഷൻ തരും. എങ്ങനെയാ ഓപ്ഷൻ തരിക? ഇപ്പോൾ 5 മുതൽ 7 വരെയുള്ള ഒരു ചോദ്യത്തിന് എന്താണ് മുഴുവൻ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം ഓപ്ഷൻ ഇല്ലാതെ തരും. 7ാമത്തേന് AB എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തരും. അതിൽ Aയോ Bയോ എഴുതണം. അതായത് 5, 6, 7 ചോദ്യങ്ങൾക്ക് മൊത്തം ഉത്തരം എഴുതണം അർത്ഥം. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, 5, 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കണ്ടോ, 5ാമത്തേത് ചോദ്യം എഴുതണം, 6ാമത്തേന് എന്ത് വരും AB എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും, അതിലേതെങ്കിലും എഴുതണം. ഇത്രയേ ഉള്ളൂ അർത്ഥം. 5, 6 ചോദ്യത്തിന് ഉത്തരം എഴുതണം എന്നർത്ഥം. ഇനി അതേമാതിരി നമുക്ക് 4 എന്ന് പറഞ്ഞ ഒരു ചോദ്യം, കഴിഞ്ഞ തവണയൊക്കെ 4 മാർക്കിന്റെ 4 ചോദ്യങ്ങളായിരുന്നു. ഇപ്രാവശ്യം എന്താണ് 5 മാർക്കിന്റെ 4 ചോദ്യങ്ങളാണ്. മനസ്സിലായോ? അതിൽ 7 മുതൽ 10 വരെയുള്ള ചോദ്യമാണെങ്കിൽ 7, 8, 9 ചോദ്യം മൊത്തം എഴുതണം. 10ാമത്തേന് എന്താണ് AB എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതും എഴുതണം. ഓക്കെ, 7, 8 ചോദ്യം എഴുതുക. 9ാമത്തെ കണ്ടോ 10ാമത്തേന് ഓപ്ഷൻ വരും, അതിൽ ഏതെങ്കിലും ഒന്ന് ഓർ ക്വസ്റ്റ്യൻ എഴുതുക. ഇനി
ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇത്രയും കാലത്തെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല. ഇനി നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും കാണുക. 7 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം ഉണ്ടാവും. ആ ഒരൊറ്റ ചോദ്യത്തിന് എന്താണ് AB എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതാം. ഓക്കെ, അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഒന്നെങ്കിൽ ഒരു വിവരണം തയ്യാറാക്കാൻ, പറയാൻ പറ്റില്ല, പ്രഭാഷണം ഉപന്യാസം ഒക്കെ തരാം. പിന്നെ എന്താണ് കഥാപാത്ര നിരൂപണം തരാം. അത് നമ്മൾ സാധാ എസ്സേ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ജീവചരിത്രം വരാം, പറയാൻ പറ്റില്ല, ഏത് വേണമെങ്കിലും നമുക്ക് എന്താണ് എസ്സേക്ക് പ്രതീക്ഷിക്കാം. ഈ രീതിക്കായിരിക്കും നമുക്ക് എന്താണ് നമ്മുടെ ചോദ്യ പേപ്പറുകൾ നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്താണ് മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. വെറുതെ ഫുൾ മാർക്ക് കിട്ടില്ല. അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നല്ല ഭാഷാശുദ്ധിയോടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിപ്പിച്ചതല്ല, നിങ്ങൾക്ക് അത്രയും എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പല കുട്ടികളും വിചാരിക്കും അല്ലെ, കഴിഞ്ഞ വർഷത്തതുപോലെ ഇപ്പോൾ ഒരു 5 മുതൽ 10 വരെയുള്ള ചോദ്യത്തിനാണെങ്കിൽ അവരെന്ത് ചെയ്യും അല്ലെ, 5, 6, 7, 8, 9 അറിയുന്ന 5 എണ്ണം എഴുതും, അറിയാത്ത ഏതാണ് ഏതെങ്കിലും ഒന്ന് ഒഴിച്ചുവിടും. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം എന്താണ് അങ്ങനത്തെ ഒരു സാധനമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്താണ് അത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.